ഹലോ ചെല്ലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ആര്യമ്മൻ ബീച്ചിലോട്ടാണ് കേട്ടോ. ഈ ബീച്ച് രാമേശ്വരത്ത് നിന്ന് വരുന്ന വഴിയാണെങ്കിൽ രാമേശ്വരം കഴിഞ്ഞിട്ടും, പോകുന്ന വഴിയാണെങ്കിൽ രാമനാഥപുരം കഴിഞ്ഞിട്ടുമാണ് ഈ ബീച്ച് വരുന്നത്. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ബീച്ചാണെന്ന് നമുക്ക് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ബീച്ചിലോട്ടൊന്ന് പോയി നോക്കാമെന്ന്. പക്ഷേ ഒത്തിരി എന്താ പറയുക, നമ്മൾ ഈ പോകുന്നത് നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും നല്ല ഇതും ഉണ്ട് കേട്ടോ. എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലെ ഏറ്റവും ശാന്തവും സുരക്ഷിതവുമായ കടൽ തീരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള മണൽ തീരം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒത്തിരി തിരക്ക് കൂടാതെ വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വെള്ളം, ഈ കടലിൻ്റെ വെള്ളം എന്ന് പറയുന്നത് മെല്ലെ പോകുന്നത് കൊണ്ട് ആഴത്തിലോട്ട് നമുക്കും കുട്ടികൾക്കെല്ലാം കളിക്കാനും അതിൽ ഇറങ്ങാനും ഒക്കെ ഒത്തിരി സേഫ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല ഉച്ച സമയത്താണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബീച്ചിൻ്റെ പ്രത്യേകത തോന്നിയത്, നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇവർ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ആ ബീച്ചിൻ്റെ ഒരു വൃത്തി എന്ന് പറയാം, ഒരു പേപ്പർ പോലും ഇവിടെ ഇല്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സൂര്യാസ്തമയും സൂര്യോദയം കാണാൻ ഒത്തിരി നല്ല ഒരു മനോഹരമായ ഇത് തന്നെയാണ്. എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള പ്രത്യേകത തോന്നിയത്, ഇവർ ഒത്തിരി വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു പേപ്പർ പോലും നമുക്കിവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനൊരു ബിഗ് സല്യൂട്ട് ഇവിടെ അത്രയും കാത്തു സൂക്ഷിക്കുന്ന ഇവർക്ക് വേണ്ടി. അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇറങ്ങി അതേപോലെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് കാറിലോട്ട് കയറി അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കാരണം നല്ല ചൂടായിരുന്നു ഉച്ചയ്ക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ഒരു മനോഹരമായ ഒരു ഇത് തോന്നിയപ്പോൾ എടുത്തതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഓക്കെ, ട്രെയിൻ കണ്ടിട്ട് ഫസ്റ്റ് കണ്ടതുപോലെ നല്ല, എന്നാലും ഒരു ആഗ്രഹം അങ്ങനെ എടുത്തു. നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിക്കാൻ കയറി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ വളരെ കുറവായിരുന്നു. ഇനിയിപ്പോൾ വീട് എത്തിയിട്ടേ ഞാൻ ചാർജ് ചെയ്യത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരാനായിട്ട് 1-2 റൂട്ടുകളുണ്ട്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. കാരണം പാലക്കാട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് പോവുക, അതുപോലെ ചെന്നൈയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് പോവുക എന്ന് അറിയാത്ത ഒരാളായതുകൊണ്ട് തന്നെ എത്രയായാലും ഞാൻ അത്ര പെട്ടെന്നൊന്നും റൂട്ട് മനസ്സിലാക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ 10 പ്രാവശ്യം പോയാലും 100 പ്രാവശ്യം പോയാലും എനിക്ക് റൂട്ട് ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നില്ല. പക്ഷേ 1-2 റൂട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നതിന് തഞ്ചാവൂർ കോവിൽ കൂടെ പോയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ചെന്നൈ പോയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇനി എപ്പോൾ വരാൻ പറ്റും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കയറിയിട്ട് പോകാമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രത്യേകതകളൊക്കെ ഇതായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര കേട്ടോ. വിഷമങ്ങളും ഉണ്ടോയെന്ന് വെച്ചാൽ വിഷമങ്ങളും, സന്തോഷങ്ങളുണ്ടോ എന്ന് വെച്ചാൽ സന്തോഷങ്ങളും എല്ലാം കൂടെ കലർന്ന ഒരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു യാത്രയെക്കുറിച്ചിട്ട്. പിന്നെ എന്താണ്, നല്ല മനോഹരമായ ഇതൊക്കെ പാടത്തിൻ്റെ നെല്ലിൻ്റെതാണ് കണ്ടോ. അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചുമ്മാ ഞാനൊന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ കാണാത്ത ഒരു റൂട്ടല്ലേ, അതുകൊണ്ട് കേട്ടോ. പിന്നെ അങ്ങ് തൊട്ടപ്പുറത്തൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഏതാണ് സ്ഥലം എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് തഞ്ചാവൂർ കോവിൽ. അപ്പോൾ പിന്നെ എന്നാൽ പോയിട്ട് കയറിയിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. എങ്ങനെ ആയിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല. എല്ലാവരും മൊത്തത്തിൽ ടയേർഡാണ്. ഇതൊരു എന്തോ ഒരു കോട്ടയോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ചുമ്മാ ഈ ഒരു വഴിയൊന്നും നമുക്കിനി എപ്പോൾ കാണാൻ പറ്റുന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ അമ്പലത്തേക്ക് പോയിട്ടില്ല. പക്ഷെ അല്ലാതെ ഞാൻ തഞ്ചാവൂർ കുംഭകോണം പോയിട്ടുണ്ട് കേട്ടോ. കുംഭകോണം നമ്മളൊരു വർക്കിൻ്റെ വിഷയമായിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ രേണുവും കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ഇതൊരു എയർപോർട്ടാണോ എന്നൊരു ഡൗട്ടില്ല എന്നില്ല, കറക്റ്റായിട്ട് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സൈഡിൽ കുറേ അങ്ങ് എത്തിയ സമയത്ത് ഇങ്ങനെ 2 സൈഡ് നമ്മുടെ ഇതില്ലേ ക്യാഷിനോട്ട് ഇങ്ങനെ ചൂടോടുകൂടി അവർ വറുത്ത് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളത് നിർത്തുകയോ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇവിടെ അവർ അതായത് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് അവർ പൊട്ടിച്ച് അത്രയും ഫ്രഷ്നെസ്സോടുകൂടി കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഇതെന്താണ് സംഭവം അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ നമുക്ക് അത്ര പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. തഞ്ചാവൂർ കണ്ടോ, നമ്മളിപ്പോൾ പോകുന്നത് തഞ്ചാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തഞ്ചാവൂരും കുംഭകോണവും തമ്മിൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെയോ അരമണിക്കൂറിൻ്റെയോ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ
സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് നമ്മൾ ഒരു ദിവസം നിൽക്കണം, അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ സാവധാനം മനസ്സമാധാനത്തോടെ കണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനാണല്ലോ എല്ലാവരും വരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പെട്ടെന്ന് വന്ന പോക്കിൽ അങ്ങനെ പറ്റത്തില്ല. എല്ലാവരും വരുന്ന സമയത്ത് മാക്സിമം ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഇതാവും. ഇവിടെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട് കേട്ടോ. കുംഭകോണം അമ്പലം ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഒത്തിരി എന്താ പറയുക ചരിത്രങ്ങൾ ഇതാകുന്ന അമ്പലങ്ങളുണ്ട് തഞ്ചാവൂർ കുംഭകോണമൊക്കെ ആയിട്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു സമയം ഏകദേശം ഒരു 4-4:30 ആവാറായി. 4:30 കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. ഇതും അവിടുത്തെ എന്തോ ഒരു ഇതാണ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത്. കണ്ടില്ലേ എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ എന്താ പറയുക, ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞൊരു യാത്ര തന്നെയായിരുന്നു. വിഷമങ്ങളാണെന്ന് ചോദിച്ചാൽ വിഷമങ്ങളും ഉണ്ടായിരുന്നു, സന്തോഷങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു യാത്രയായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്ര തന്നെയാണ് ഈ ഒരു യാത്ര കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിനൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റും എന്നുള്ളൊരു, നമുക്ക് കയറാൻ പറ്റുമോ എങ്ങനെയൊന്നും അറിയില്ല. കാരണം സമയം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ഇതുണ്ട്. എന്തായാലും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെന്ന് വെച്ച പോലെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കണു. അതാ കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇതാ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ ആ ഗോപുരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തി. ഇനി എന്താ പറയുക, അവിടെ കാറെങ്ങാനും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി അകത്തോട്ട് പോകണം. അതായത് ഒത്തിരി മനോഹരമായ ഒത്തിരി ലോകത്തിലെ ഇതുള്ള ഒരു അമ്പലം തന്നെയാണ് തഞ്ചാവൂർ പെരിയ കോവിൽ കേട്ടോ. ഇതാ കണ്ടോ, ഒത്തിരി വിസ്മയിക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇത് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു തഞ്ചാവൂർ ഒരു കോട്ടയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഇതാണ് പെരിയ കോവിൽ. കണ്ടോ കാണുന്ന ഗോപുരം, ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ കേട്ടോ. അപ്പോൾ ഒത്തിരി മനോഹരമായ ഒരു അമ്പലം തന്നെയാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേട്ടോ. തഞ്ചാവൂർ പെരിയ കോവിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തഞ്ചാവൂർ പെരിയ കോവിൽ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും വിസ്മയിക്കുന്നതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. 1010 രാജരാജ ചോള നിർമ്മിച്ചതാണ്. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തിയും പാരമ്പര്യവും കാണിക്കുന്ന ഒരു അതുല്യ സ്മാരകമാണ്. ഇവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറയുന്നത് ശിവനാണ് കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് കാണപ്പെടുന്നത് ലിംഗരൂപത്തിലാണ് കേട്ടോ. ഈ ലിംഗപ്രതിഷ്ഠയെ നമ്മൾ വിളിക്കുന്ന പേര് പെരിയോടയാർ എന്നും ചിലർ വിളിക്കാറുണ്ട്, ബൃഹദീശ്വർ എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ 2 പേരിലാണ് ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠ അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടുത്തെ ഗോപുര വിഗ്രഹം ഏകദേശം 66 മീറ്റർ ഉയരമുള്ള വിമാന ഗോപുരം ലോകത്തിലെ ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണ്. ഗ്രാനൈറ്റ് കല്ലുകൊണ്ടാണ് ഈ ക്ഷേത്രം, അതായത് ഗ്രാനൈറ്റ് കല്ലുകൊണ്ടാണ് ക്ഷേത്രം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇവർ നിർമ്മിച്ചിരിക്കുന്ന കല്ല് ലോകത്ത് എവിടെയും കിട്ടാനില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല കേട്ടോ. ശിഖരം എന്നും കലശം എന്നും പറയുന്ന ഗോപുരത്തിന്റെ മുകളിലുള്ളത് ഏകദേശം 80 ടൺ ഭാരമുള്ള കല്ല് എങ്ങനെ ഉയർത്തിയെന്ന് ഇന്നും ഒരു രഹസ്യമായി കണക്കാക്കപ്പെടുന്നു കേട്ടോ. ക്ഷേത്രത്തിന് മുൻവശത്തുള്ള നന്ദി പ്രതിമ ഏകദേശം 6 മീറ്റർ നീളവും 3.7 മീറ്റർ ഉയരവും ഉണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഒന്നാണ് കേട്ടോ. ഇവിടെയുള്ള ചുമരുകളെല്ലാം ചോള കല നമുക്ക് കാണാൻ പറ്റും. അതായത് ശില്പങ്ങളിൽ ദേവതകൾ, നൃത്തഭംഗികൾ, അതായത് യുദ്ധ ദൃശ്യങ്ങൾ, അങ്ങനെ ഒത്തിരി മനോഹരമായ കല്ലിൽ കൊത്തിരിക്കുന്ന മനോഹരമായ ചോള കലകൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് നിഴൽ രഹസ്യം എന്നാണ്. അതായത് ചില സമയങ്ങളിൽ ഗോപുരത്തിന്റെ നിഴൽ വ്യക്തമായി നിലത്ത് പതിക്കില്ലെന്ന് പറയപ്പെടുന്നു കേട്ടോ. ഇത് പ്രകാശകോൺ സംബന്ധമായ ദൃശ്യ വിശേഷതയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് മഹാശിവരാത്രി, പ്രദോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചേഴ്സിൻ്റെ അത്ഭുതം കേട്ടോ, ഒത്തിരി ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് തഞ്ചാവൂർ പെരിയ കോവിൽ കേട്ടോ. നമുക്ക് അധികം ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവർ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് നമ്മൾ എടുക്കുന്നതായിട്ട് അവരൊന്നും പറഞ്ഞില്ല കേട്ടോ, അതെന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒത്തിരി നമ്മളെ ഒത്തിരി നമ്മളെ വിസ്മയിക്കുന്ന ഓരോ ഇതുമുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇവിടെ സമയം എടുത്ത് നമ്മൾക്ക് എന്താ പറയുക ഇരുന്ന് നോക്കണം. അത്രയും നമുക്കിവിടെ എടുക്കാനുണ്ട്. അതായത് നമ്മൾക്ക് ഇവിടെ വന്നാൽ തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു വൈബ് തരുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ
ഇവിടെ രേണുവും മീനും കൂടെ അകത്ത് കയറി ദൈവത്തിനെ തൊഴുതു. പെട്ടെന്ന് തന്നെ അവർ പുറത്തിറങ്ങി കേട്ടോ. ഞാൻ പോയില്ല. നല്ല മനോഹരമായിട്ട് ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞു. അതിൽ അവൾ ഒത്തിരി ഹാപ്പി ആയതിന് ഞാനും ഹാപ്പി കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ ഓരോരോ ഇതും നമുക്ക് ആസ്വദിച്ച് ഇരുന്ന് പോകും. കാരണം സമയം പോകുന്നതേ അറിയില്ല. അത്രത്തോളം ഒരു പവർഫുള്ളാണോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവാണോ എന്നൊന്നുമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ശിവൻ്റെ ഇത് കേട്ടോ. അപ്പം ഒത്തിരി മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരും മറക്കാതെ ഒരിക്കലെങ്കിലും തഞ്ചാവൂർ പെരിയ കോവിൽ പോകാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ ഒത്തിരി അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി. കുറേ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി. ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ രേണുമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ഫുഡ് പോയ്സൻ്റെ ആണെന്നൊക്കെ പിന്നെ തോന്നിയിട്ടോ. നമ്മൾ രാമേശ്വരത്ത് പോയി കഴിച്ച ഫുഡൊന്നും അത്ര വലിയ ഇതായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് ഇതുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു യാത്രയോട് കൂടി നമ്മുടെ രാമേശ്വരം പോയിട്ടുള്ള യാത്രയുടെ അവസാനത്തെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്കൊരാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ടുകൾ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ലവ് യു, ഉമ്മ ചെല്ലക്കുട്ടീസ്, ബൈ.